ഇന്ന് പഠിക്കുന്നത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് തെയിൽസ് ആണ് പ്രൂവ് ചെയ്ത് തെയിൽസ് തിയർ ആണ് പഠിക്കുന്നത്. ഈ തെയിൽസ് തിയറം പറയുന്നത് ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ ഇൻ ട്രയാങ്കിൾ എ ബി സിയില് ട്രയാങ്കിൾ എ ബി സിയില് നമ്മൾ വരയ്ക്കുന്നത് എ ലൈൻ പാരലൽ ടു വൺ സൈഡ്, ഒരു സൈഡിന് പാരലൽ ആയിട്ട് ഒരു ലൈന് പരിഗണിച്ചു. ഞാനിവിടെ എടുത്തത് ബി സിക്ക് പാരലൽ ആയിട്ട് ഡി ഇ എന്നൊരു ലൈന് പരിഗണിച്ചു. ബി സിക്ക് പാരലൽ ആയിട്ടാണ് ഈ ഡി നിൽക്കുന്നത്. ഈ പാരലൽ ആയിട്ടുള്ള ലൈന് അതർ ടു സൈഡിൽ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ്. എ ബി എന്നുള്ള സൈഡിൽ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് ഡി. എ സിയിൽ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് ഇ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ. ഈ തിയറം പറയുന്നത് എന്താ വെച്ചാൽ ഈ സൈഡ് ഡിവൈഡ് ചെയ്തത് സെയിം റേഷ്യോയിലായിരിക്കുന്നു. അപ്പൊ എ ബി എന്നുള്ള സൈഡിനെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ എ ഡി ഡിവൈഡഡ് ബൈ ഡി ബി ആ റേഷ്യോന് ഈക്വൽ ആയിരിക്കും എ ഇ ഡിവൈഡഡ് ബൈ ഇ സി എന്ന് പറയുന്നത്. അതിന്റെ പ്രൂഫിന് വേണ്ടി നമ്മളൊരു കൺസ്ട്രക്ഷൻ നടത്തും. ജോയിൻ ഡി സി, ഇങ്ങനെ കോർണർ ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. ഡി സി ജോയിൻ ഡി സി ആൻഡ് ബി ഇ, ജോയിൻ ഡി സി ബി ഇ ആൻഡ് draw a perpendicular from D to AC. D to AC ലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ ഡിയിൽ നിന്ന് എ സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്ത പോയിന്റ്, എ സിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എം ആയിട്ട് എടുക്കാം. ആ പോയിന്റിനെ എം എന്ന് ഡിനോട്ട് ചെയ്യാം. എം ഇവിടെ പെർപെൻഡിക്കുലർ ആന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇയിൽ നിന്ന് എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇയിൽ നിന്ന് എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് എൻ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതും പെർപെൻഡിക്കുലർ ആണ്, ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇത്രയാണ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടത്, ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഏരിയ ഓഫ് എ ഡി ഇ. മുകളിൽ കാണുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം. എ ഡി ഇ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സൈഡ് പരിഗണിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ. ഈ എ ഡി ഇ എന്നുള്ള ട്രയാങ്കിളിന്റെ ഈ ലെഫ്റ്റ് സൈഡാണ് ഞാൻ പരിഗണിക്കുന്നത്. ലെഫ്റ്റ് സൈഡാണ് ആദ്യം പരിഗണിക്കുന്നത്. ആ സൈഡ് വെച്ചിട്ടാണ് ഏരിയ മെഷർ ചെയ്യുന്നത്. ഈ ഒരു സൈഡ് വെച്ചിട്ടുള്ള ഏരിയ കാണുമ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ ഈ എ ഡി എന്നുള്ള ഈ ഒരു സൈഡ് ബേസ് ആയിട്ട് എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഈ ഇ എൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരല എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ എന്ന് പറഞ്ഞത് ഹാഫ് ഇൻറ്റു ബേസ് എ ഡി ഇൻറ്റു ഈ ബേസിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വന്ന പെർപെൻഡിക്കുലർ ഇ എൻ. അതേപോലെ ഇപ്പൊ ഈ ഒരു സൈഡ് നമ്മൾ പരിഗണിക്കുമ്പോൾ ആ സൈഡിന്റെ ഇതുവരെ എത്തി. ഇപ്പൊ നമ്മൾ എ മുതൽ ഡി വരെയുള്ള ഒരു പാർട്ട് പരിഗണിച്ചു. ഇനി അടുത്തത് ഈ ഡി ബി ബേസ് ആയിട്ട് വരുന്ന ട്രയാങ്കിള് നമ്മുടെ ഇതിനോട് ചേർന്ന്, ഇപ്പൊ പറഞ്ഞ ട്രയാങ്കിളിനോട് ചേർന്ന് കിടക്കുന്ന ട്രയാങ്കിൾ ഏതാണ്? ഈ ഒരു ട്രയാങ്കിൾ ആണ്.
ഉണ്ടോ? അതായത് DBE എന്നുള്ള ട്രയാങ്കിൾ, ആ ട്രയാങ്കിളുടെ ഏരിയ കാണാം. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ, അടുത്ത് കാണാൻ പോകുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE which is equal to half into base DB ആണ്. DB into ഈ DB എന്നുള്ള ബേസിലേക്ക്, ഈ ബേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പൊ തേർഡ് വെർട്ടെക്സിന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ DB എന്നുള്ള സൈഡ് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് തേർഡ് സൈഡിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അത് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതാണ് ഈ ട്രയാങ്കിളുടെ ഹൈറ്റ്. അപ്പൊ ഈ DB എന്നുള്ള സൈഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പൊ ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ് EN എന്ന് പറഞ്ഞത്, വിച്ച് ഇസ് ഈക്വൽ ടു DB ഇൻറ്റു EN. അപ്പൊ ഈ ഒരു പാർട്ട് ക്ലിയർ ആയി. ഈ AB എന്നുള്ള ആ ഒരു സൈഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ADEയുടെ ഏരിയയും കണ്ട്, പിന്നെ ആ ADE എന്നുള്ള ട്രയാങ്കിളിനോട് ചേർന്ന് കിടക്കുന്ന DBE എന്നുള്ള ട്രയാങ്കിളുടെ ഏരിയയും കണ്ടു. അതേപോലെ സിമിലർ ആയിട്ട് ഇനി രണ്ടാമത്തെ സൈഡ് പരിഗണിക്കുക. രണ്ടാമത്തെ സൈഡ് പരിഗണിക്കുമ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ, സെയിം ട്രയാങ്കിൾ ADE എന്നുള്ള ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ എന്താ വരിക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE, AED സെയിം ആയിട്ട് തന്നെ ഇത് ADE, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ആയിട്ട് പരിഗണിക്കുന്നത് അവിടെ ഏതാണ്? ഹാഫ് ഇൻറ്റു ബേസ് ആയിട്ട് പരിഗണിക്കുന്നത് ഈ AE എന്നുള്ള സൈഡാണ്. AE എന്നുള്ള സൈഡാണ് ബേസ് ആയിട്ട് പരിഗണിക്കുന്നത്. ഈ ഒരു സൈഡ് AE എന്നുള്ള സൈഡ് ബേസ് ആയിട്ട് പരിഗണിച്ചാൽ ഹാഫ് ഇൻറ്റു AE ഇൻറ്റു ഹാഫ് ഇൻറ്റു AE. ആ ബേസിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ബേസിലേക്ക് വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഈ AE എന്നുള്ള ബേസിലേക്ക് വരച്ച, ഇപ്പൊ നമ്മൾ പരിഗണിക്കുന്ന ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ ആണ് ഈ DM എന്ന് പറഞ്ഞത്. ഇൻറ്റു DM എന്നുണ്ട്, ഇൻറ്റു DM. ഇപ്പോ ആ ഒരു സൈഡ് പരിഗണിക്കുമ്പോൾ AE വരെ എത്തി. ഇനി അതിനോട് ചേർന്ന് കിടക്കുന്ന ട്രയാങ്കിൾ ഏതാ? ഈ ECD എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ ആണ് പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്നത്, ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏരിയ ഓഫ്, ഇനി കാണുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC. അപ്പൊ ഈ DEC എന്നുള്ള ട്രയാങ്കിളിന്റെ ബേസ് ആയിട്ട് പരിഗണിക്കുന്നത് EC ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു EC ഇൻറ്റു, അപ്പൊ ഈ EC ബേസ് ആയിട്ട് പരിഗണിച്ചാൽ ഈ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് D ആണ്. ഡിയിൽ നിന്ന് ആ ഒരു EC എന്നുള്ള സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ, എക്സ്റ്റെൻഡ് ചെയ്ത ഒരു പാർട്ട് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കേണ്ടത്. അതാണ് ഈ ട്രയാങ്കിളുടെ, ഈ കൺസിഡർ ചെയ്ത ട്രയാങ്കിളുടെ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. എന്താണോ ബേസ് ആയിട്ട് എടുക്കുന്നത് ആ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബേസിലേക്ക് തേർഡ് വെർട്ടെക്സിൽ നിന്ന് വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് ഹൈറ്റ് എന്ന് പറഞ്ഞത്. ആ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ DM-ന് ഈക്വൽ ആണ്. അപ്പോൾ EC ഇൻറ്റു DM എന്നുണ്ടോ. ഇത്രയാണ് ഏരിയ ബേസ് ചെയ്ത് കാണാനുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ഡിവിഷൻ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഡിവൈഡ് ചെയ്യേണ്ടത് ഈ മുകളിലത്തെ ട്രയാങ്കിൾ ആദ്യം പരിഗണിച്ച ഈ ADE എന്നുള്ള ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ അതിനോട് ചേർന്ന് എടുക്കുന്ന സെയിം ബേസിൽ ഫോം ചെയ്ത ഈ ട്രയാങ്കിളിന്റെ ഏരിയ, അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പരിഗണിക്കാൻ പോകുന്നത് എന്താണ്? റേഷ്യോ ആണ് പരിഗണിക്കുന്നത്, ഏരിയയുടെ റേഷ്യോ. ഏരിയയുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE
area of triangle ADE, area of triangle ADE divided by അതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന സെയിം ബേസ് വരുന്ന ട്രയാങ്കിൾ DBE, ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE, ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE which is equal to എന്താ വരിക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ആ ADEയുടെ ഏരിയ ആയിട്ട് എന്താ നമുക്ക് കിട്ടിയത്? ലെഫ്റ്റ് സൈഡിൽ ബേസ് ചെയ്ത് വെച്ചിട്ട് കിട്ടിയത് എന്തായിരുന്നു? ഹാഫ് AD ഇൻറ്റു EN, ഹാഫ് AD ഇൻറ്റു EN, ഹാഫ് AD ഇൻറ്റു EN. അതേപോലെ DBEയുടെ ബേസ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE, DBEനെ ഈ DB ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഏരിയ എന്ന് പറഞ്ഞത് ഹാഫ് ഇൻറ്റു BD ഇൻറ്റു EN, ഹാഫ് ഇൻറ്റു BD ഇൻറ്റു EN. അപ്പൊ ഇതിനെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഹാഫും EN ക്യാൻസൽ ചെയ്ത് പോയാൽ AD ഡിവൈഡഡ് ബൈ BD എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇപ്പൊ ഇത് ലെഫ്റ്റ് സൈഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിവിഷൻ പറഞ്ഞത്. ഇനി റൈറ്റ് സൈഡിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ സെയിം, മുകളിലുള്ള ഭാഗം സെയിം തന്നെയാണ്. ഏരിയ ഓഫ് ഏതാ വരുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ, കൺസിഡർ ചെയ്യുന്ന സൈഡിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ADE ഡിവൈഡഡ് ബൈ, പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് ഇതിനോട് ചേർന്ന് കിടന്നത് CED, ഏരിയ ഓഫ് CED which is equal to, അപ്പൊ ADEന്റെ ഏരിയ ഈ റൈറ്റ് സൈഡിനെ ബേസ് ചെയ്തിട്ട് വന്നപ്പോ എങ്ങനെയായിരുന്നു ഉണ്ടായത്? ബേസ് AE ആയിരുന്നു അല്ലേ? AE ഇൻറ്റു DM, ഹാഫ് ഇൻറ്റു AE ഇൻറ്റു DM, ഹാഫ് ഇൻറ്റു AE ഇൻറ്റു DM ഡിവൈഡഡ് ബൈ CEDയുടെ ഏരിയ, CEDയുടെ ഏരിയ ഈ പിന്നെ CE ബേസ് ആക്കി വെച്ചപ്പോ എന്താ പറ്റിയത്? ഹാഫ് ഇൻറ്റു CE ഇൻറ്റു DM, ഹാഫ് ഇൻറ്റു CE ഇൻറ്റു DM. ഇവിടെ അതേപോലെ കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ കണ്ട് ക്യാൻസൽ ചെയ്ത് ഹാഫ് ക്യാൻസൽ ചെയ്ത് പോകും, DM ക്യാൻസൽ ചെയ്ത് പോയാൽ വിച്ച് ഈസ് ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ CE. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ഇങ്ങനെ കിട്ടി നമുക്ക്. ഇനി നമ്മൾ പരിഗണിക്കുന്നത് ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ്, ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ രണ്ട് റേഷ്യോയില് ഓൾറെഡി ന്യൂമറേറ്റർ സെയിം ആണ്. ഏരിയ ഓഫ് ADE ആണ് ഇതിന്റെ ന്യൂമറേറ്റർ. ഇവിടെയും വന്നിട്ടുള്ളത് ഏരിയ ഓഫ് ADE തന്നെയാണ്. ന്യൂമറേറ്റർ ഓൾറെഡി സെയിം ആണ്. ഇനി ഇതിന്റെ ഡിനോമിനേറ്ററുകളുടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇപ്പൊ ഡിനോമിനേറ്റർ എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾ DBEയും DBE എന്നുള്ള ട്രയാങ്കിളും CEDയും, ആ രണ്ട് ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നോക്കിയ ആ രണ്ട് ട്രയാങ്കിൾ എങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്? ആ രണ്ട് ട്രയാങ്കിൾസ് വരുന്നത് DEB, ഈ ഒരു ട്രയാങ്കിൾ, ഈ കാണുന്ന ട്രയാങ്കിളും അതേപോലെ ഈ DCE എന്നുള്ള ട്രയാങ്കിൾ, DCE എന്നുള്ള ഈ രണ്ട് ട്രയാങ്കിളും പരിഗണിച്ചാൽ ഈ രണ്ട് ട്രയാങ്കിളിനും വരുന്നത് സെയിം ബേസ് ആണ്. സെയിം ബേസ് ആണ്. ഈ രണ്ട് ലൈൻസ് ആണെങ്കിൽ പാരലൽ ലൈൻസും ആണ്. അപ്പൊ ഒരു നമ്മൾ പഠിച്ചൊരു തിയറാണ്, രണ്ട് ട്രയാങ്കിൾ വിത്തിൻ സെയിം ബേസും ബിറ്റ്വീൻ ദ സെയിം പാരലലും ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. അതൊരു തിയറാണ്. അപ്പൊ ഈ തിയറം പറഞ്ഞ എന്താ വെച്ചാൽ, ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിളിന് എന്തായിരിക്കണം? സെയിം ബേസ് ആയിരിക്കണം. പിന്നെ ആ രണ്ട് ട്രയാങ്കിളും ബിറ്റ്വീൻ ദ സെയിം പാരലൽ ആയിരിക്കണം. അങ്ങനെ വന്നാൽ ആ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആയിരിക്കും. അപ്പൊ ആ ഒരു തിയറത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ഡിനോമിനേറ്ററിൽ പറഞ്ഞ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEB
ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CED എന്ന് പറയാം. അതിനുള്ള റീസൺ എന്താണ്? സെയിം ബേസ് ആണ്, ബിറ്റ്വീൻ സെയിം പാരലലും ആണ്. സെയിം ബേസും ബിറ്റ്വീൻ സെയിം പാരലലും. അപ്പൊ ഇങ്ങനെ ഒരു മൂന്നാമത്തെ റിലേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കിട്ടിയ മൂന്ന് റിലേഷനിൽ ഈ ഫ്രം 1, 2 and 3, ഫ്രം ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ഇക്വേഷൻ നമ്പർ 3, ഈ മൂന്നും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ഓൾറെഡി സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ന്യൂമറേറ്റർ സെയിം ആണ്, ഈ താഴെ പറഞ്ഞ ഡിനോമിനേറ്ററും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷന്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് ഈ താഴെ പറഞ്ഞ ഫ്രാക്ഷനും. കാരണം ന്യൂമറേറ്ററും സെയിം ആണ്, ഡിനോമിനേറ്ററും സെയിം ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് രണ്ട് ഫ്രാക്ഷനും വന്നാൽ ആ രണ്ട് ഫ്രാക്ഷന്റെ വാല്യൂ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഈ രണ്ട് ഫ്രാക്ഷന്റെ വാല്യൂ തുല്യമാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന കറസ്പോണ്ടിങ് വാല്യൂസും എന്തെന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? AD ഡിവൈഡഡ് ബൈ BD, AD ഡിവൈഡഡ് ബൈ BD എന്നുള്ള വാല്യൂ ഈക്വൽ ടു ACE ഡിവൈഡഡ് ബൈ CEക്ക് തുല്യമാണെന്ന് പറയാം. ഇത് തന്നെയാണ് തെയിൽസ്. ഇതാണ് തെയിൽസ് പ്രൂവ് ചെയ്തത്. ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റേഷ്യോ, ആ AB എന്നുള്ള സൈഡിനെ D എന്നുള്ള പോയിന്റ് ഡിവൈഡ് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന റേഷ്യോ ആണ് ഏത്? AD ഡിവൈഡഡ് ബൈ DB. അതാണ് രണ്ടാമത്തെ സൈഡിൽ AC എന്നുള്ള സൈഡിനെ E എന്നുള്ള പോയിന്റ് ഡിവൈഡ് ചെയ്തപ്പോൾ AE ഡിവൈഡഡ് ബൈ EC. ഈ രണ്ട് സൈഡുകളുടെ പ്രൊപ്പോർഷനും ഈക്വൽ ആണ് എന്നുള്ളതാണ് തെയിൽസ് തിയറം. അപ്പൊ ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്താ കാണുന്നത്? ഈ മുകളിലത്തെ ട്രയാങ്കിൾ, ഈ ടോപ്പിൽ വരുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ആദ്യം ലെഫ്റ്റ് സൈഡിനെ ബേസ് ചെയ്ത് കണ്ടു, അതിനോട് ചേർന്ന് കിടക്കുന്ന താഴെയുള്ള ട്രയാങ്കിളിന്റെ ഏരിയയും കണ്ടു, സെയിം സൈഡിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ ഈ മുകളിലത്തെ സെയിം ട്രയാങ്കിൾ തന്നെ എന്താ എടുത്തത്? റൈറ്റ് സൈഡിനെ, ഈ റൈറ്റ് സൈഡിലെ AE ബേസ് ചെയ്തിട്ട് സെയിം ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടു, അതിനോട് ചേർന്ന് കിടക്കുന്ന DECയുടെ ഏരിയയും കണ്ടു. അങ്ങനെ ഈ 4 ഏരിയ കണ്ടിട്ട് പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തത് മുകളിലത്തെ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ആദ്യം കണ്ട രണ്ട് ട്രയാങ്കിളുടെ പ്രൊപ്പോർഷൻ, രണ്ടാമത് കണ്ട രണ്ട് ട്രയാങ്കിളുടെയും പ്രൊപ്പോർഷൻ, ഏരിയയുടെ പ്രൊപ്പോർഷൻ. അപ്പൊ ആ ഏരിയയുടെ പ്രൊപ്പോർഷൻ കണ്ടപ്പോഴാണ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? കോമൺ ആയിട്ടുള്ള സൈഡുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് രണ്ട് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷന്റെയും ന്യൂമറേറ്റർ ഓൾറെഡി സെയിം ആണ്. പിന്നെ ഡിനോമിനേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ചെക്ക് ചെയ്യുമ്പോൾ ആ ഡിനോമിനേറ്റർ വരുന്നത് സെയിം ബേസിലും ബിറ്റ്വീൻ സെയിം പാരലലും ആണ് വരുന്നത്. അതുകൊണ്ട് ആ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ മൂന്ന് റിലേഷനിൽ ന്യൂമറേറ്റർ ഓൾറെഡി സെയിം ആയിട്ട് കിട്ടി, ഡിനോമിനേറ്ററും സെയിം ആയിട്ട് കിട്ടി, ആ രണ്ട് ഫ്രാക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ AD ഡിവൈഡഡ് ബൈ DB AE ഡിവൈഡഡ് ബൈ EC എന്നായി മാറും. ഇതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ തെയിൽസ് തിയറം എന്ന് പറയുന്നത്. ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ.